ഹലോ. ഗോപനല്ലേ? ആണല്ലോ. എന്നെ മനസ്സിലായോ? ഇല്ല. ഞാന് നിങ്ങളുടെ വീടിന് അപ്പുറത്ത് വന്ന് പുതിയ താമസക്കാരാ. ഓ, മനസ്സിലായി മനസ്സിലായി ആ, മനസ്സിലായി. എന്റെ എന്തായിരുന്നു ചേച്ചി? പേര് ലേഖയെന്നാ. ലേഖ. നല്ല പേരാണല്ലോ. ആ, ഉം. ഞാൻ വിളിച്ചതേ, പറഞ്ഞോ. എനിക്കൊരു സഹായം ചെയ്യുവോ? പിന്നെന്താ, പറഞ്ഞോ. അല്ലേ, നമ്മുടെ പുതിയതായിട്ടൊരു അയലത്തുകാർ വരുമ്പോൾ പിന്നെ നമ്മളെല്ലാം പിന്നെ ആരാ സഹായം ചെയ്യുന്നേ? എനിക്ക് ഇവിടുത്തെ വില്ലേജ് അറിയത്തില്ല, അത് എവിടാണെന്നൊന്ന്. നമ്മുടെ വില്ലേജ് ഓഫീസ് ഇച്ചിരി ദൂരെയാ ചേച്ചി. ഒരു 4-5 കിലോമീറ്റർ ദൂരം വരും. എന്തായിരുന്നു? എന്തിനായിരുന്നു? അവിടെ ഒന്ന് പോണമായിരുന്നു. പോയി നമ്മുടെ ബസ്സിന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. ഒരു കാര്യം ചെയ്, ഞാൻ നാളെ കൊണ്ടുപോവാം. അല്ലാതെ അല്ല, അവിടെ അണ്ണനില്ലേ? അവിടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഇല്ലയോ? ഹസ്ബൻഡിന് വണ്ടി ഉണ്ടെങ്കിൽ പോകാന്നേ ഉള്ളൂ. ഇല്ല, ഹസ്ബൻഡ് ഇല്ല. ഹസ്ബൻഡ് എന്തി? ഹസ്ബൻഡ് മരിച്ചു. അയ്യോ. തന്നെയുള്ളു, ഞാനും മക്കളേ ഉള്ളു. അതുകൊണ്ടാ ഞാന്. എത്ര വർഷമായി മരിച്ചിട്ട്? 4 വർഷമായി. എന്തായിരുന്നു? നല്ല സുഖമില്ലാതെ? സുഖമില്ലായിരുന്നു. അയ്യോ. പിന്നെ അന്നേരം ഇതിന് എല്ലാം പോവുകയൊക്കെ ചെയ്തത് എന്റെ ആങ്ങളെയായിരുന്നു. പുള്ളി എല്ലാം ചെയ്തോണ്ടിരുന്നതേ. അപ്പൊ പുള്ളി ഒരു എമർജൻസി ആയിട്ട് വെളിയിലോട്ടൊന്ന് പോണ്ടി വന്നു. അങ്ങനെ അങ്ങനെയാണല്ലേ. അന്നേരം ഇനി അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ. അതാ ചോദിച്ചത്. ഒരു കാര്യം ആണെങ്കില് വണ്ടി അറിയത്തില്ല. അന്നേരം ചേച്ചി വഴി പറഞ്ഞെന്നാ പോകാൻ പാടാ ചേച്ചിക്ക്. ഇവിടെ അങ്ങ് പരിചയമില്ലാത്തോണ്ട്. ഒരു കാര്യം ചെയ്, നാളെ ഞാനേ വേണേ ചേച്ചി എന്റെ ബൈക്കെ കൊണ്ടുപോവാം. ബുദ്ധിമുട്ടെന്തുവാ ചേച്ചി? ഇതൊക്കെ തന്നെയല്ലേ അയൽ ബന്ധം എന്ന് പറയുന്നത്. ഇതിപ്പോ നിങ്ങൾ ആൾക്കാരുടെ കാര്യം നമുക്കറിയത്തില്ലല്ലോ. പിന്നെ ആൾക്കാരുടെ കാര്യം ആര് നോക്കുന്നു? എനിക്ക് പേടി. വേണ്ട, അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട. അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയുള്ള കുഴപ്പമൊന്നുമില്ല. ആളുകള് പല വിധമല്ലേ. അത് പറഞ്ഞോട്ടോ. അങ്ങനെ പറയാനാണെ നമ്മളെല്ലാത്തിനും ചെവി കൊടുക്കാനേ പറ്റൂ. എനിക്ക് പ്രശ്നമില്ല. പിന്നെ ചേച്ചിക്ക് പ്രശ്നം വല്ലതും ഉണ്ടോ? പ്രശ്നമില്ല. എന്നാലും നമ്മള് നിമിത്തം വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ഇല്ല, അങ്ങനെയുള്ള കുഴപ്പമില്ല. കാര്യം ഇത് ഞാൻ വഴി പറഞ്ഞാൽ ചേച്ചി അങ്ങ് എത്തത്തില്ല. പിന്നെ അല്ലെ ആട്ടോ ഒക്കെ വിളിച്ചു പോകാൻ ആട്ടോക്കാരങ്ങനെ കിടക്കത്തില്ല. കിടന്നാ പിന്നെ കാശ് 2 ആട്ടോ ഒക്കെ വിളിക്കേണ്ടി വരും. പണിയൊന്നുമില്ലേ? ഇല്ല, ഞാനൊരു വർക്ക്ഷോപ്പ് നടത്തുക. അവിടെ ഇവിടെ അടുത്ത് ടൗണിൽ തന്നെ. അപ്പൊ അവിടെ സ്റ്റാഫുണ്ട്. പോകണം. അവിടെ സ്റ്റാഫുണ്ട്. അപ്പൊ ഞാൻ നാളെ വേണേ 10 മണിക്ക് ചേച്ചിയെ കൊണ്ടുപോയിട്ട് ഞാൻ പിന്നെ പോയിക്കോളാം. അത് കുഴപ്പമൊന്നുമില്ല. ഒരു പ്രശ്നവുമില്ല. ചേച്ചി ധൈര്യമായിട്ടിരി. ചേച്ചി നാളെ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ഒരുങ്ങി നിന്നാ മതി. ഞാൻ അങ്ങോട്ട് വരാം. കേട്ടോ? 10 മണിയല്ലേ? പിന്നെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? അവരൊക്കെ സ്കൂളിൽ പഠിക്കുന്നു. ഒരാൾ 6-ലും ഒരാൾ 3-ലും. 2 കുട്ടികളോ? 2 പേര്. ഞാൻ അങ്ങോട്ടൊന്ന് വരണമെന്നും പറഞ്ഞിരുന്നേ. നമ്മുടെ അയലത്തൊരു പുതിയ പൊറുതിയൊക്കെ വരുമ്പം പരിചയപ്പെടാൻ. ആരെയും കണ്ടില്ല. അതുകൊണ്ട് എനിക്ക് ആരെയും പരിചയമില്ല. അമ്മ പറയുന്നത് കേട്ടു. അമ്മ വരണമെന്ന് പറഞ്ഞിരിക്കുക നാളെ. ആണോ? പിന്നെ ഞങ്ങളെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരേണ്ടതായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ആരെയും പരിചയമില്ല. പുള്ളിയാണ് എല്ലാം കാര്യങ്ങളെല്ലാം നടത്തിയൊക്കെ ചെയ്തത്. ഇനി എല്ലാത്തിനും ചേച്ചി ഒറ്റയ്ക്ക് ഓടണല്ലേ? അതുകൊണ്ട് ആരെയും പരിചയമില്ല, അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എന്നെ വിളിച്ചത്. അല്ല, അത് വേണ്ട. എന്നെ കൊണ്ട് പറ്റും. അപ്പുറത്തെ ജിൻസിയാണ് നമ്പർ തന്നത്. അറിയാം. അയ്യോ, എന്നാ ഞാൻ വിചാരിച്ചായിരുന്നു നിങ്ങൾ അങ്ങോട്ടൊന്ന് വരണമെന്ന്. ജിൻസി ചേച്ചിയാ എന്നല്ലേ? അന്നേരം പറഞ്ഞിങ്ങനെ.
അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ആ അതിന് കുഴപ്പമില്ല. അത് ഞാൻ നാളെ വരികയും ചെയ്യാം. അത് മാത്രമല്ല ചേച്ചി, എന്ത് സഹായം വേണമെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാനുണ്ട്. ഇനിയിപ്പം നിങ്ങൾക്കാരും ഇല്ലെന്നുള്ള തോന്നലൊന്നും വേണ്ട. ഞങ്ങൾ നല്ല അയലുകാരാ. അതാ ജിൻസി എന്നോട് പറഞ്ഞത് വിളിക്കാൻ. വേറെ കുഴപ്പമൊന്നുമില്ലേ? ഒന്നുമില്ല. അല്ല ജിൻസി ചേച്ചി വേറെ ഒന്നും പറഞ്ഞില്ലേ എന്നെ കുറിച്ച്? ഇല്ല ഇല്ല. എന്താ പറഞ്ഞ? എന്തെങ്കിലും ഉണ്ടോ? ഓ അങ്ങനൊന്നുമില്ല. വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാരനല്ലേ. അതാ ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും പ്രശ്നമാകുമോ നമ്മളെ? പ്രശ്നമൊന്നും ആവത്തില്ലെന്ന്. പ്രശ്നമൊന്നും ആവത്തില്ലല്ലോ. ഉറപ്പാണേ? ഉറപ്പാണ്. ആയാലും എനിക്ക് കുഴപ്പമില്ല. ഗോപനൊരു ബുദ്ധിമുട്ടാകരുത്. അതുകൊണ്ട് എനിക്ക് തീരെയും കുഴപ്പമില്ല. ഇല്ല, ഒരു കുഴപ്പമില്ല. ചേച്ചി, ഞാൻ പേടിച്ചത് ചേച്ചിക്ക് പ്രശ്നമാകുമെന്നാ. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ചേച്ചിക്ക് സമ്മതമാണെങ്കിൽ എനിക്കെല്ലാം ഓക്കെയാണ്. കുഴപ്പമില്ല. ചേച്ചിക്ക് സമ്മതമാണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ആരെയും പേടിയൊന്നുമില്ല. കുഴപ്പമില്ല. എന്ത് കാര്യത്തിനും സമ്മതമാണോ? ആണോ? അതെ അതെ. എനിക്കത് മതി. പിന്നെ അതെ. എന്നാ പിന്നെ നമ്മളിനി ആരെ പേടിക്കാനാ? പിന്നെ കാല് മാറരുത്. ഞാൻ കാല് മാറാനോ? ഇതെന്റെ ഭാഗ്യമല്ലേ ഇങ്ങനെ ഒരാളിനെ നമ്മുടെ അയലത്ത് കിട്ടിയത്. പ്രശ്നമൊന്നും ഇല്ലേ? അമ്മ ഒന്നും പറയില്ലല്ലോ? ഒന്നും പറയത്തില്ല. അമ്മ എന്തോ പറയാനാ? നമ്മളൊരു പരസഹായം ചെയ്യുന്നു. പറഞ്ഞു മനസ്സിലായി. വീട്ടിൽ അമ്മയുണ്ട്, അച്ഛനുണ്ട്, പിന്നെ ഒരു പെങ്ങളുണ്ടായിരുന്നു, വിവാഹം കഴിഞ്ഞ് പോയി. അല്ലല്ല, അവരിപ്പോ അങ്ങോട്ടാ താമസിക്കുന്നത്. അവര് അങ്ങോട്ട് ആളിയും ഗൾഫിലാണ്. പിന്നെ എന്റെ കല്യാണാലോചനയൊക്കെ നടക്കുന്നു. ബ്ലാക്ക് മാർക്ക് ആവോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ? എന്തോന്ന് ബ്ലാക്ക് മാർക്ക്? നമ്മളിതൊന്നും ചെവി കൊടുക്കാതിരുന്നാലോ, മൈൻഡ് ചെയ്യാതിരുന്നാ ഒരു പ്രശ്നമില്ല. പിന്നെ നാട്ടുകാർ പലതും പറഞ്ഞോട്ടെ, അങ്ങനെ നാട്ടുകാരുടെ വാ മൂടിക്കെട്ടാൻ പറ്റുമോ? എനിക്കല്ല, ഇപ്പൊ എന്റെ ഇല്ല, ഒന്നും ഉറച്ചതൊന്നുമില്ല. ഒന്നും ഉറച്ചതൊന്നുമില്ല. രണ്ടിടത്ത് പോയി കണ്ട്. പിന്നെ എനിക്ക് പ്രശ്നമെന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് പ്രശ്നമില്ലല്ലോ. അല്ല, ഇനി ഞാൻ അവിടെ കേറുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ കേറുന്ന, ചേച്ചി ഇങ്ങനെ വിധവയായി നിൽക്കുന്നു. അപ്പൊ ഇനി അത് വേറെ വല്ലതും ആണോ? അത് കുഴപ്പമില്ല. എന്നാ പിന്നെ ധൈര്യമായിട്ടിരുന്നു. നാളെ ഒരു 10 മണിയാകുമ്പോഴത്തേക്ക് ചേച്ചി ഒരുങ്ങി നിന്നാൽ ഞാൻ വരാം. ഇങ്ങോട്ട് വരുമല്ലോ? വീട്ടിലോട്ട് വരാം. വീട്ടിലോട്ട് വരാം. 10 മണിക്ക് മുമ്പ് പിള്ളേരെ സ്കൂളിൽ വിടാൻ പറ്റുമല്ലോ? അപ്പൊ പിന്നെ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് ഒരുങ്ങിയില്ല, ഞാൻ ചേച്ചിയെ വന്ന് വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി കാര്യങ്ങളെല്ലാം നടത്തി തിരിച്ചു കൊണ്ടുവരാം. തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്യും. എനിക്ക് ഉപകാരമൊക്കെ വേണം. അതൊക്കെ നമുക്ക് കുഴപ്പമില്ല. എന്താ ഉപകാരം ചെയ്യണ്ടേ പറഞ്ഞാൽ മതി. ഓക്കെ. കേൾക്കാൻ തന്നെ ഒരു സുഖം ഉണ്ടല്ലോ ചേച്ചി. ചേച്ചിയുടെ വായനത് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഖം, പ്രത്യേക സുഖം. നമുക്ക് ഉപകാരം ചെയ്യുന്നവരെ നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കാല് മാറരുത്. അങ്ങനൊന്നുമില്ല. അപ്പൊ ചേച്ചി അയലത്ത് വന്നത് എന്റെ ഭാഗ്യമാണെന്ന് കരുതുന്നു ഞാൻ. അപ്പൊ എന്നാ ശരി ചേച്ചി, ഞാൻ നാളെ രാവിലെ 10 മണിക്ക് റെഡി ആയില്ല എത്തും. നാളെ കാണാം.